മിഷൻ ജേണിയുടെ ഡേ 1 നമ്മളായിരിക്കുന്നത്. ബന്ധുക്കളെ മിത്രാദികളെ ചാർച്ചക്കാരെ വിട്ട് പുറപ്പെട്ടു പോകാൻ പറഞ്ഞു. 7 ദിവസക്കാലത്തേക്ക് അവരോട് കടന്നു പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾ പ്രാർത്ഥനയിൽ പങ്കുചേരുക. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഈ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാം ദിവസം നേരം പുലരുമ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശിൻ്റെ മണ്ണിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഈ പട്ടണത്തിന് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. Can only go by walking. इसके अंदर कौन रहता है? Yesterday and day before yesterday, it's only raining once, and then there's no rain. So we thought the same thing. It's rained once. We thought like it's okay, it will be okay. അമ്മയുടെ 10 വർഷം കൊണ്ടുള്ള ഈ നടുവിന്റെ വേദന യേശു കർത്താവ് എടുത്ത് മാറ്റി. മിഷൻ ജേണിയുടെ 1ാം രാത്രിയിലെ സഞ്ചരിക്കുന്ന ആലയത്തിനകത്തുള്ള ശക്തമായ ആരാധന. പ്രൈസ് ദി ലോർഡ്. മിഷൻ ജേണിയുടെ ഡേ 1 നമ്മളായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നമ്മൾ ശാലോം സെൻറ്ററിൽ നിന്ന് തിരിച്ചു. ഇപ്പോൾ മധുരയിൽ, തമിഴ്നാട്ടിൽ മധുരയിലാണ് നിൽക്കുന്നത്. നമ്മുടെ കൂട്ടു സഹോദരങ്ങളൊക്കെ ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം എന്നത് പ്രെയർ വാക്കാണ്. മധുരയുടേതായിട്ടുള്ള നാഷണൽ ഹൈവേയുടെ അടുക്കിലൂടെയാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥനയ്ക്കായി നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ദേശത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഏക ലക്ഷ്യം. അബ്രഹാമിന് കർത്താവ് കൊടുത്ത ഒരു നിർദ്ദേശമായിരുന്നു, നടന്ന് നീ കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും ഞാൻ നിനക്ക് അവകാശമാക്കി നൽകും. പ്രാർത്ഥിച്ച് തീരാത്തത്, ഉപവസിച്ച് തീരാത്തത് നടന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ബന്ധനം പൊട്ടുക തന്നെ. അപ്പോൾ എല്ലാവരും തന്നെ നല്ല ഉന്മേഷത്തോടെ ആയിരിക്കണം. രാവിലത്തെ മോർണിംഗ് പ്രെയർ എല്ലാം നമ്മൾ കഴിഞ്ഞു. ഇനി ഇരട്ടി ശക്തിയോടെ നമ്മൾ വണ്ടിക്കകത്ത് തുടർന്നുള്ള ആരാധനകൾ നമ്മൾ പങ്കെടുക്കുന്നതായിരിക്കും. കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അതിനകത്ത് ചില ത്യാഗങ്ങളുണ്ട്. നീണ്ട യാത്രയ്ക്ക് ശേഷമുള്ള വൈകിട്ടുള്ള വിശ്രമം. വീണ്ടും പുനരാരംഭിക്കുന്നു സഞ്ചരിക്കുന്ന ആലയത്തിലെ പ്രാർത്ഥനകളും ആരാധനകളും. നമ്മുടെ രണ്ടാമത്തെ രാത്രി ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ബസ്സിനകത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്.
പാക്കിങ്ങിൻ്റെ അവസാന ഘട്ടങ്ങളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് പ്രാർത്ഥനയോടുകൂടെ രാവിലെ നമ്മൾ പ്രെയർ വാക്കിൽ ആരംഭിച്ച യാത്രയാണ്. ഇതുവരെയും ദൈവം കാത്തു സൂക്ഷിച്ചു. ദൈവം വിശ്വസ്തനാണ്. നിഗമനം ശരിയാണെങ്കിൽ നാളെ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഒഡീഷ ആന്ധ്രാപ്രദേശ് ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന വിജയനഗരം എന്ന ആ ഗ്രാമത്തിൽ ചെന്നെത്തും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. രണ്ടാം ദിവസം നേരം പുലരുമ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശിൻ്റെ മണ്ണിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പലരും അവിടെ ഓൾറെഡി തന്നെ ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളും ഈ ദേശത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ടുള്ള പ്രാർത്ഥന അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടിക്കുള്ള വെള്ളം ഒന്ന് കഴിഞ്ഞ് ഇവിടെ വളരെ ഉത്സാഹഭരിതമായിട്ടുള്ള അളവിൽ കുക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജീവ് ബ്രദറാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലത്തെ കുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിശയിക്കുന്ന ഒരു കാര്യമാണ് ഇവരുടെ ഒരുമ. എല്ലാവരും ഒരു മടി കൂടാതെ കിച്ചണിലെ ജോലി സന്തോഷത്തോടെ എല്ലാവരും നല്ല കിടിലം ഫുഡുകൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നതാണ്. പ്രത്യേകിച്ച് ഫുഡെന്ന് പറയുന്നത് മെയിൻ ഒരു കാര്യമാണ്. നമുക്ക് ഇത്രയും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ വരും. പക്ഷേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹോംലി സ്റ്റൈലിൽ തന്നെ നമുക്ക് ഇവിടെ കിച്ചണിലെ ബ്രദേഴ്സ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു വില്ലേജ് ഫുഡിന്റെ ഒരു അനുഭവം. അതെ ഇതൊക്കെ നമുക്ക് ഈ യാത്രയിൽ കൂടെ കിട്ടുന്ന ഒരു വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. ഈ ഫുഡ് പാകം ചെയ്യുന്നതിൽ വലിപ്പ ചെറുപ്പം ഇല്ലാതെ എല്ലാ സഹോദരന്മാരും ഐക്യതയോടുകൂടി ആയിരിക്കും. ഇതിൽ ചില സഹോദരങ്ങൾക്ക് ഈ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ സഭയുടെ ഫാസ്റ്റായിരിക്കുന്ന ബ്രദർ രാജീവും അതോടൊപ്പം അസോസിയേറ്റ് ഫാസ്റ്റായിരിക്കുന്ന ബ്രദർ വിനോദുമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ബാക്കി കുറച്ച് സഹോദരങ്ങൾ അതിന് സ്പെഷ്യലായിട്ട് അവരെ അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട്, അവർ ചെയ്യുന്നു. ക്രൈസ്തലോ, ദൈവത്തിൻ്റെ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ക്രിസ്തയേശുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾ ഒറീസ കേന്ദ്രീകരിച്ച് യാത്ര ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ ആന്ധ്രയിലാണുള്ളത്. ആന്ധ്രാപ്രദേശിന് വേണ്ടിയിട്ട് എൻ്റെ കൂട്ടു സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങളാണ്. നിങ്ങൾ ഈ പട്ടണത്തിന് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സഭകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ഇവിടുത്തെ പ്രദേശങ്ങൾ ആശീർവദിക്കപ്പെടുവാൻ, അനുഗ്രഹിക്കുവാൻ ഏകദേശം 55ഓളം വരുന്ന സഹോദരങ്ങൾ ഞങ്ങൾ ഒത്തൊരുമിച്ച് വന്നു. ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനമാണ് ഇവിടെ കിടക്കുന്നത്. ഇതിനകത്ത് 55 പേരെന്ന് പറയുമ്പോൾ സാധാരണക്കാരനല്ല, തകർന്നവർ, ആർക്കും വേണ്ടാത്തവർ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട വ്യക്തികൾ, നിരാശ. കഴിഞ്ഞ ദിവസം ഞാൻ അവരുടെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടു. വളരെ ദയനീയ അനുഭവങ്ങളാണ്. ആരും സഹായിക്കുവാനില്ലാതെ എല്ലാവരാലും തകർക്കപ്പെട്ട ചില സഹോദരങ്ങൾ ദൈവസന്നിധിയിൽ ശക്തിപ്പെടുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. വാഹനത്തിനകത്തുള്ള ശുശ്രൂഷകളൊക്കെ വളരെ അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ ഓരോരുത്തരും അവരവരുടെ ജോലികൾ ചെയ്യുന്നു. അവിടെ ഭാഗത്ത് കുക്കിങ് മറ്റു കാര്യങ്ങളൊക്കെ
നടന്നുകൊണ്ടിരിക്കുന്നു. ആകയാൽ ഈ ജേണിയിൽ ഒത്തിരി മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ നൽകുന്നു. നിങ്ങളുടെ വളരെയധികമുള്ള പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും വളരെ അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് സംശയമേ ഇല്ല. തുടർന്ന് നാളെ ഞങ്ങൾ മീറ്റിംഗ് പ്ലേസിലെത്തും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആകയാൽ യാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചവർ, അതിന് ദൈവസന്നിധിയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും കർത്താവ് കൂടുതലായിട്ട് ആശീർവദിക്കട്ടെ. ആന്ധ്രയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കപ്പെടുമ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുക. ഈ പഠനത്തെ ദൈവം ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവം ഞങ്ങൾക്ക് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ വളരെ മനോഹരമായ ഒരു മൈതാനം തന്നെ വേർതിരിച്ച് തന്നിരിക്കുക. ഞങ്ങളുടെ വാഹനത്തിന് യാതൊരുവിധ കേടുപാടുകളും ഇല്ലാതെ ദൈവം ഇതുവരെയും സൂക്ഷിച്ചു. ശക്തിയേറിയ ഒരു ആത്മപകർച്ച തന്നെ വാഹനത്തിനകത്ത് നടന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുവാനായിട്ട് കഴിയുന്ന ഒരു പ്രത്യേകത എന്നുള്ളത്. സാധാരണ ജേണിയിൽ ഒത്തിരി പ്രാവശ്യം ഞങ്ങൾക്ക് തടസ്സങ്ങൾ ഭയങ്കരമായിട്ട് നേരിടാം. ഈ ജേണിയിൽ യാതൊരു തടസ്സങ്ങൾ ഇതുവരെ നേരിടാതെ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് 3-ാമത്തെ ദിവസത്തിലേക്കാണ് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നത്. ഈ 3 ദിവസം ഞങ്ങളെ സൂക്ഷിച്ച ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രഭാതം മുഴുവനും നീണ്ടുനിന്ന പ്രാർത്ഥനയ്ക്ക് ശേഷം വാഹനം ഒരു വെയിറ്റിംഗ് ഏരിയയിൽ ഒതുക്കി രുചികരമായ ഞങ്ങളുടെ സഹോദരങ്ങൾ പാകം ചെയ്ത ഭക്ഷണം കഴിക്കുന്ന വേള. യാത്ര വീണ്ടും തുടരുന്നു. പട്ടണത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഗ്രാമങ്ങളുടേതായിട്ടുള്ള നിശബ്ദമായ പാതകളിലൂടെ ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദുർഘടമായ പാതകളിലൂടെയുള്ള ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവസാനമായി രാത്രി 9 മണിയോട് അടുക്കുമ്പോൾ ഞങ്ങളുടെ താമസ സൗകര്യം ഒരുക്കിയിരുന്ന സ്ഥലത്തിൽ വന്നെത്തി. ദിവസം 3. ഇന്നത്തെ ദിവസമാണ് ഒരു വിടുതലിൻ്റെ ദിവസം. ഇതുവരെ കാത്തിരുന്ന ഒരത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദിവസം. പെന്തക്കോസ്ത് നാളിൽ മാളിക മുറിക്കകത്ത് വ്യാപരിച്ച പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഇടപെടൽ വ്യാപരിക്കുന്ന സമയങ്ങൾ. നേരം വൈകിയപ്പോൾ ഞങ്ങൾ ഇന്നത്തെ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്കുള്ള യാത്രയിലാണ്. വളരെ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമായിട്ടുള്ള വഴികളിലൂടെയാണ് ഞങ്ങളുടെ ബസ് കടന്നു പോകുന്നത്. വഴിയിൽ അനവധിയാകുന്ന പഴയതും വളരെ ചെറുതുമായിട്ടുള്ള കുടിലുകളും ഭവനങ്ങളും കാണുവാനായി കഴിയുന്നുണ്ട്. റോഡിൻ്റെ 2 വശത്തും വിവിധമായിട്ടുള്ള കൃഷികളും പലതരത്തിലുള്ള ഫാമിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് കാണുവാനായി കഴിയും.
ശക്തിയേറിയ മഴയിലും വിപരീത കാലാവസ്ഥയിലും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരല്പം പോലും ഭംഗമില്ലാതെ തക്ക സമയത്തിൽ ദൈവം ഷാലോം മിനിസ്ട്രീസിൻ്റെ ബസ്സിനെ കൺവെൻഷൻ ഗ്രൗണ്ടിൽ കൂട്ടിച്ചേർത്തു. I'm glad to meet you. I saw you in Instagram, right? Oh, yeah. Oh, you're the blessing son. You're the one who lives in Malayalam and all. Oh, great. Yeah. Good. Glad to see you. Glad to meet you. Oh, I'm so happy to be here. Your name? I'm Joshi. How are you doing? And I'm so much happy to be here. Actually, I'm glad to see you here. You're same. How are you doing? And good. Thank you for coming here. And I didn't expect you to be here, actually. If I flash you. Oh, thank you for coming. Thank you. Yeah, that's and now the weather is fine. Yeah, we have been putting efforts from morning to get on our facility. Yesterday and day before yesterday, it's only rained once, and then there's no rain. So we thought the same thing. When it's rained once, we thought like it's okay, it will be okay. ഗ്രൗണ്ട് എന്ന നിലപാടുകളോടുകൂടെ ഞങ്ങളുടെ പാദം വെച്ചത് വളരെ വെള്ളക്കെട്ടും ചെളിയും നിറഞ്ഞ ഒരു വയലിലായിരുന്നു. കടന്നു വരുന്ന വ്യക്തികൾക്ക് വേണ്ടി സ്വാദിഷ്ടമായ ഭക്ഷണം പാചകം ചെയ്യുന്ന ഗ്രാമത്തിലുള്ള പുരുഷന്മാർ. ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലൊരു പ്രത്യേകതയായിരുന്നു, ഞണ്ടിൻ്റെ സാന്നിധ്യം വളരെ പ്രസക്തമായിരുന്നു. ദൈവം തക്ക സമയത്തിൽ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥനയോടും കൺവെൻഷൻ യോഗം ആരംഭിക്കുവാൻ കൃപ ചെയ്തു. ലോക്കൽ ചർച്ചിലെ ഗായക സംഘം മനോഹരമായ ആത്മീക ഗീതങ്ങൾ ആലപിച്ചു തുടങ്ങി. ഇത്രത്തോളം ശക്തമായ മഴയും വിപരീത കാലാവസ്ഥയും നിലനിൽക്കുമ്പോഴും ദേശത്തിൻ്റെ പല ഭാഗത്തു നിന്ന് നൂറുകണക്കിന് ജനങ്ങൾ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആ മാറ്റനുഭവിക്കുവാൻ തക്കവണ്ണം ഓടിക്കടന്നു വരുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് ദൈവം ഞങ്ങൾക്കായി ഒന്നാമത്തെ രാത്രിയിൽ ഒരുക്കി വെച്ചത്. ദൈവം എന്നേക്കും അനന്യനും വിശ്വസ്തനുമത്രേ, അതിലൊരു മാറ്റവുമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യേശുവിന്റെ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവശക്തി നിങ്ങളുടെ മേൽ പകരുകയാണ്. फूड कैसा है? ओके. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ വിജയനഗര എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ മടങ്ങി പോവുകയാണ്. അപ്പോൾ 2 ദിവസത്തെ നമ്മുടെ ഇവിടുത്തെ
വാസം അല്ലെങ്കിൽ ഇവിടുത്തെ പ്രാർത്ഥനകൾ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനകൾ തന്നെയായിരുന്നു. അപ്പോൾ കൺവെൻഷൻ സൈറ്റിൽ ദൈവം അനുഗ്രഹിച്ച് നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഗ്രാമമാണ്. ഇവിടുത്തെ ഗ്രാമവാസികൾ സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശം തന്നെയാണ്. ഗ്രാമവാസികളായാലും നമുക്ക് വളരെയധികം സ്നേഹം നിറഞ്ഞ വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനകൾ ഫുൾ സപ്പോർട്ട് നൽകി. അപ്പോൾ ഈ ആന്ധ്രാപ്രദേശിലെ ഈ ഗ്രാമത്തിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു രാത്രി നിന്നത്. അത് നമ്മൾ അടുത്ത സൈറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ യാത്ര തിരിച്ചു. പ്രഭാതപക്ഷം ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതിയത് അവർക്കത് അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായം. Last years. കഴിഞ്ഞ 6 വർഷമായിട്ട് పాస్టర్ సజీష్ షాబ్ వారి టీం మా ప్రాంతాలను సందర్శించడం వల్ల These all areas Sajesh Shalom visited. ഷാജി ബ്രദർ നമ്മുടെ ദേവദാസൻ ഈ ഏരിയയിൽ 6 വർഷം മുമ്പ് വന്ന് വിസിറ്റ് ചെയ്തായിരുന്നു. మరి నేను నమ్మి ప్రతిసారిని మేము మా ఈ టీం కొరకు పరిచయం కొరకు ప్రార్థన చేస్తుంటాం. We are praying for your team. പ്രിയ ദേവദാസൻ നമ്മുടെ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് പറയുന്നത്. ఈ స్థలంలో వారు మొదట వచ్చినప్పుడు చిన్న చర్చ్ మాట, చిన్న చర్చ్. The Sajesh Shalom first time visited this church is very small church. ദേവദാസൻ 6 വർഷം മുമ്പ് വിസിറ്റ് ചെയ്യുമ്പോൾ ഇതൊരു ചെറിയൊരു ചർച്ചായിരുന്നു. ఇప్పుడు ఇలా మీరు అందరు రావడం మళ్ళీ పెద్ద ఈ ప్రాంగణంలో ఆలయంలో మరి రావడం వారు అడుగు పెట్టినది వల్ల మేము దీవించబడ్డామని నేను నమ్ముతున్నాను. This time we are seeing this big church. I believe this pastor is anointed pastor. He is God's through wonders is through. വലിയ ചർച്ചാക്കി മാറ്റി. ദേവദാസ് പ്രിയ ദേവദാസൻ വിശ്വസിക്കുന്നത് നമ്മുടെ അപ്പോസ്തലന് ഒരു പ്രത്യേക കൃപാവരം, ഒരു പ്രത്യേക അഭിഷേകം ദൈവം നൽകിയിട്ടുണ്ട്. കടന്നു പോകുന്ന മേഖലകളിലൊക്കെ വർധനവും വിശാലതയും വരുത്തുന്ന ഒരു അഭിഷേകം. గత సంవత్సరంలో గత కాలంలో సజీష్ షాబ్ గారు ముకుందపురంలో కూడా పెట్టారు. Last year we conducted a meeting in Mukundapuram. കഴിഞ്ഞ വർഷം ദേവദാസിന്റെ ഒരു മീറ്റിംഗ് ഇവിടെ അടുത്ത് മുകുന്ദപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തി. అక్కడ అప్పుడు చర్చ్ లేదన్నమాట, ఒక అద్దీంట్లో పెట్టారు. That time there is no church. അവിടെ ഒരു ചർച്ചയേ ഇല്ലായിരുന്നു ആ സമയത്ത്. ఇప్పుడు అక్కడ చర్చ్ కట్టబడింది, దానికి ఫినిషింగ్ వర్క్ కావాలి, ప్రార్థన చేయండి. This time we are constructing big church and some finishing work pending. അപ്പോൾ അവിടെ ഈ വർഷമായപ്പോഴേക്കും അവിടെ ഒരു വലിയൊരു ചർച്ചിന്റെ പണി ഏകദേശം പൂർത്തീകരിക്കാറായി, ഫിനിഷിംഗ് വർക്കിലാണ് ഇപ്പോൾ. This year we established Last year. upstairs and Bible college also there is. ആ മീറ്റിംഗ് നടത്തിയ സ്ഥലത്ത് ഈ വർഷമായപ്പോഴേക്കും അതിന്റെ മുകളിൽ വീണ്ടും കെട്ടിപ്പണിത് ഉയർത്തി അവിടെ ഒരു ബൈബിൾ കോളേജ് തുറക്കുവാനായി ദൈവം സഹായിക്കും. రేపు నెక్స్ట్ వచ్చే నెలలో కూడా సెకండ్ ఇయర్ బ్యాచ్ స్టార్ట్ అవుతుంది. Next month we are starting second batch also Bible college. അടുത്ത മാസമാകുമ്പോൾ രണ്ടാമത്തെ ബാച്ച് കുട്ടികളുടെ ബൈബിൾ, അതായത് സ്റ്റുഡൻസിനെ ബൈബിൾ കോളേജിലേക്ക് അവർ അഡ്മിഷൻ എടുക്കുകയാണ്. అక్కడ వర్షాలు లేవు. Serikana village Reddupalli. സെറികണ്ണ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലും ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തായിരുന്നു. అప్పుడు పాస్టర్ అబ్రహాం అద్దీంట్లో ఉంటున్నారు. That time Pastor Abraham in rented house. അന്ന് അബ്രഹാം പാസ്റ്റർ ഒരു റെന്റഡ് വീട്ടിൽ, അതായത് റെന്റിനാണ് താമസിച്ചിരുന്നത്. അബ്രഹാം പാസ്റ്ററാണ്. That time he is in rented. అబ్రహాం పాస్టర్ గారు సొంత ఇల్లు కట్టుకున్నారు, మంచి ఇల్లు. This year God will provide good house, own house construction. ഇപ്പോ സ്വന്തമായിട്ടൊരു മനോഹരമായ ഒരു ഭവനം കൺസ്ട്രക്ട് ചെയ്യാൻ, അത് പൂർത്തീകരിക്കാനും ദൈവം സഹായിച്ചു. ഒന്ന് കരം പിടിച്ച് మరి ఈ విధంగానే మరి సజీష్ షాబ్ గారితో మేము లాంగ్ అంటే దూరంగా ఉన్నప్పటికీ మేము ఎప్పుడు కూడా ప్రార్థనలో ఏకీపిస్తుంటాను. We are very happy to Sajesh Shalom with spiritual relation.
വളരെ ദൂരത്താണെങ്കിലും ഒരു ആത്മീക బന്ധం ప్రియ అపోస్తలుడైన డాక్టర్ షాజీ షాలుമായി ఉన్నదిల్ വളരെയധികം അവർ ఆత్మీకമായി సంతోషిക്കുന്നു. ప్రభు రాకడ వరకు ఈ సహవాసంలో మేము మీతో పాటు ఇలా కొనసాగుతామని ప్రభు పేట వందనాలు తెలియజేస్తాం. കർത്താവിന്റെ രണ്ടാം വരവ് വരെയും ഈ ഒരു ബന്ധം എന്നേക്കും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. థ్యాంక్ యూ. అందరికీ వందనాలు. നമ്മളിപ്പോൾ നിൽക്കുന്നത് വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമുള്ളൊരു വില്ലേജിലാണ്, ഒരു ഗ്രാമത്തിലാണ്. ആ കാണുന്ന ഹില്ല് പത്മനാഭസ്വാമി ഹില്ലാണ്. വളരെ ഇവിടെ കൂടുതലും ഹൈന്ദവരാണ് ഇവിടെ താമസിക്കുന്നത്. അതേസമയത്ത് ഒരു ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയാണ് 40 വർഷം കൊണ്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു ആലയമാണ്. ഈ ആലയത്തിൽ വന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടുത്തെ ദൈവദാസനോട് സംസാരിച്ചപ്പോൾ ഇവിടെ കൂടുതലും ഹിന്ദുസാണ്, പക്ഷേ കൂടുതലും വരുന്ന ആൾക്കാരൊക്കെ വളരെ സീക്രട്ടായിട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വിഡോസും അങ്ങനെയൊക്കെ ഉള്ളവർ വളരെ സീക്രട്ടായിട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. This was പകുതി വരെ ചെയ്തു. എല്ലാവരും ഫൈലും നോട്ട്ബുക്കും ഒക്കെ കൊണ്ടുവന്നു പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ എഴുതിയ വാക്യങ്ങൾ ദൈവത്തിലുള്ള രീതിയിലൊക്കെ അനുഗ്രഹിക്കട്ടെ.
വിശ്വാസികളെല്ലാ ദൈവദാസന്മാരെയാണ്. Why means because when most of our the Lord comes, we will continue with that fellowship. എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഇപ്രകാരം ദൈവം ഒരു ആത്മീക ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു സൗഹൃദം നൽകിയതിൽ അത് യേശുവിന്റെ രണ്ടാം വരവിൽ നിലനിൽക്കും. అందులో జరగబోయే కొడుకులో మీరు అన్నండి వాతావరణ స్వాధీనంలో ఉంచుకోమని మేము ప్రార్థన చేస్తుంటాను. పరిశుద్ధాత్మ దేవుని కార్యం జరిగించమని మేము ప్రార్థన చేస్తుంటాను. అనేక మంది നേരെ ബാക്കില്ലേ ക്യൂ ആണ്. Yesterday we have seen a lot of people to make us fear the natural disasters. To fear the unfavorable conditions. Chapter 5 and let's read from verse 2. If you fear that my sickness will not be healed, then that will be a future. മിഷൻ ജേണി ട്രെയിനീസ് എല്ലാം ഓടി വന്നാട്ടെ, ഇവർക്കൊരു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും വന്നാട്ടെ, എല്ലാവരും വന്നാട്ടെ. കരങ്ങളെ ചേർത്തടിക്കുമ്പോൾ തന്റെ പരിശുദ്ധാത്മാവിനെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുടൽ സംബന്ധമായ രോഗങ്ങൾ ഇവിടെ സൗഖ്യമാകാം. కడుపుకు సంబంధించినటువంటి വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാം. దేవుడు మీ కొరకు అద్భుతం చేయబోతున్నాడు. ദൈവമഹിമ ഇവിടെ സംഭവിക്കുവാൻ തുടങ്ങുകയാണ്. మహిమ దిగి రాబోతా ఉంది. ദൈവത്തിന്റെ വിടുതൽ ഇവിടെ സംഭവിക്കുവാൻ തുടങ്ങുകയാണ്. വിടുതల కార్యం ఇక్కడ జరగబోతా ఉంది. കൈ ചേർത്ത് വയ്ക്കാം. പുറകിൽ നിൽക്കുന്നവരും ഈ മുൻപിൽ വന്നവരും. ടെസ്റ്റിമണി പ്രകാരമാണ് പറഞ്ഞത്. തനിക്ക് മുട്ടുവേദന, ഗ്യാസിൻ്റെ ട്രബിള്, പലപരമായിട്ടുള്ള ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ടോണ്ടിരുന്നപ്പോൾ ദൈവം സൗഖ്യമാക്കി. തനിക്ക് 10 വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ വചനം ബെബിശാലോമിലൂടെ പ്രവർത്തിച്ചപ്പോൾ അമ്മയുടെ 10 വർഷം കൊണ്ടുള്ള നടുവിൻ്റെ വേദന യേശു കർത്താവ് എടുത്ത് മാറ്റി എന്നുള്ളൊരു ടെസ്റ്റിമോണിയാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. 17 വർഷമായി തനിക്ക് ബ്ലീഡിങ് രോഗമുണ്ടായിരുന്നു, മുട്ടുവേദന ഉണ്ടായിരുന്നു. ഇവിടെ വരുന്നത് വരെ ആ രോഗങ്ങളെല്ലാം തനിക്കുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ബെബിശാലോമിലൂടെ, ദേവദാസൻ്റെ പ്രവൃത്തിയിലൂടെ ദൈവം അത്ഭുതങ്ങൾ തനിക്ക് ചെയ്തു എന്ന് തൻ്റെ സിസ്റ്റർ സാക്ഷീകരിക്കുന്നു. തനിക്ക് 2 മാസമായി ഭയങ്കരമായിട്ടുള്ള ഒരു നടുവേദന ഉണ്ടായിരുന്നു. പക്ഷേ യേശു കർത്താവിൻ്റെ വചനം ഇന്ന് കേട്ടപ്പോൾ അത്ഭുതം തന്നെ തൻ്റെ ജീവിതത്തിൽ ദൈവം നടക്കുകയുണ്ടായി. തൻ്റെ യൂട്രസിൽ ഒരു മുഴയുണ്ടെന്നാണ് മെഡിക്കൽ പറഞ്ഞിരിക്കുന്നത്. തനിക്ക് പീരീഡ്സ് വരാത്തതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
തനിക്ക് മുഴ ഉണ്ടായിരുന്നു. പക്ഷേ താൻ മെഡിസിൻ എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിലും തനിക്കൊരു വിടുതലുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ദൈവദാസൻ ഒരു രോഗശാന്തി പ്രാർത്ഥനയ്ക്കായി ഈ ഒരു പ്രാർത്ഥനാ വിഷയം കൈയുയർത്താൻ പറഞ്ഞപ്പോൾ സിസ്റ്റർ ഉയർത്തിയായിരുന്നു. അത്ഭുതം ദൈവം തനിക്ക് ചെയ്തു. തനിക്ക് വർഷങ്ങളായിട്ട് നടുവേദനയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ദൈവദാസൻ രോഗശാന്തി പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിയപ്പോൾ താൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. തനിക്കിപ്പം നടുവേദനയുടെ പ്രശ്നമില്ലെന്നാണ് സിസ്റ്റർ സാക്ഷീകരിക്കുന്നത്. കൽബി അച്ഛാ ചപ്പാത്തി ആന്ധ്രാപ്രദേശിലെ ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അടുത്ത മിഷനിൽ വരിക. ഈ അനുഭവങ്ങൾ പങ്കിടുക.